സെയ്ഫ് സൈനുലാബ്ദീൻ തുടർന്നു. സെയ്ഫ്, ഏതറ്റം വരെയും പോകാനാണോ സർക്കാർ ഈ കാര്യത്തിൽ? അതെ, സർക്കാരും CPM അങ്ങനെ തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഗവർണർ ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടികൾ അത് അംഗീകരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സർവകലാശാലകളിലേക്കും ഈ വിഷയം വരും. പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ ഗവർണർ ഇടപെടൽ നടത്തുന്ന ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരും. ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെയാണ് തുടക്കം കുറിച്ചത്. അത് പിന്നീട് അതിൻ്റെ അങ്ങേ തലയിൽ പോയി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്, രാജേന്ദ്ര അർലേക്കറത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് വിവേകത്തോടു കൂടി പെരുമാറുന്നയാൾ എന്നുള്ളതാണ്. അത് അദ്ദേഹം RSS കാരനാണെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നിട്ടും വിവേകത്തോടു കൂടി പെരുമാറുന്ന ആളാണ് ഇപ്പോഴത്തെ ഗവർണർ എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം പറഞ്ഞിരുന്നു. ആ വിവേകം എന്താണെന്ന് ഒരുപക്ഷെ CPM നേതൃത്വത്തിന് ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ടായിരിക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ RSS കാരനല്ലായിരുന്നു, RSS കാരനാകാൻ ശ്രമിച്ച ആളായിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. രാജേന്ദ്ര അർലേക്കർ 110% RSS കാരനായിട്ടുള്ള ആളാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിനൊന്നും ഇതുവരെ നിന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട കാര്യമാണ് നിഷാദ്. കാരണം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പൊതുപരിപാടിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ അദ്ദേഹം നിൽക്കും. എയർപോർട്ടിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്ക് ക്യാമറയുമായി ഒരിടത്ത് വെച്ചാൽ നമ്മളെ മുമ്പിൽ വന്ന് നിന്ന് ബൈറ്റ് തരുന്ന ആളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചാൽ അദ്ദേഹം പ്രതികരിക്കാറില്ല. പരസ്യമായി അങ്ങനെ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകാറില്ല എന്നുള്ളതാണ് അദ്ദേഹവും ഇദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ രണ്ടുപേരുടെയും സ്വഭാവം ഏതാണ്ട് അല്ലെങ്കിൽ ഒരേ രീതി ഏതാണ്ട് ഒരേപോലെയാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഗവർണറാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ സർവകലാശാല സെനറ്റ് ഹാളിൽ ആ പരിപാടി നടക്കുന്ന സമയത്ത് പോലീസ് അറിയിക്കുന്നുണ്ട്, ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പിന്നീട് പ്രശ്നം രൂക്ഷമായി വന്ന സമയത്ത് സംഘാടകർ വിളിച്ചിട്ട് വരണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ സംഘർഷമുണ്ടെങ്കിൽ വരികയാണെന്ന് പോലീസിനെ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വലിയ ബഹളം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിലൂടെ അദ്ദേഹം വന്ന് ഇവിടെ കയറുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണത് ചെയ്തത്. ക്രമസമാധാന പ്രശ്നം വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. ആ പരിപാടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം എന്ന് നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതാണ് വസ്തുത. ആ കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രത്തിന് മുന്നിൽ ഗവർണർ വിളക്ക് തെളിയിക്കുന്നു. രജിസ്ട്രാർ പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുന്നു. പിന്നീട് നിഷാദ് സൂചിപ്പിച്ച പോലെ, നേരത്തെ വിശദീകരിച്ച പോലെ തന്നെ സസ്പെൻഷൻ നടപടി, അത് പിൻവലിക്കൽ, വീണ്ടും സസ്പെൻഷൻ, റദ്ദാക്കൽ, അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാടകീയമായ രംഗങ്ങളിലൂടെ കടന്നു പോകുന്നു കേരള സർവകലാശാല. എന്തായാലും അതിനകത്ത് ഇനി കോടതി ഇടപെടലായിരിക്കും ഒരു അടുത്ത സ്റ്റെപ്പിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി. ശരി, സെയ്ഫ്.